നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞാൻ അഖിൽമാരാരുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പിന്നീട് വീഡിയോയ്ക്ക് താഴെ കുറച്ച് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടല്ലോ, അതായത് ഈ പറയുന്ന ബിഗ് ബോസിൽ പോയപ്പോൾ തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നിനക്കൊന്നും പറയാനില്ലേടാ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കമന്റുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു മറുപടിയാണ് കേട്ടോ ഈ സാധനം. അപ്പോൾ ഇന്നലെ ഒരു പെൺകുട്ടി വന്നിട്ട് എന്തൊരു പേര് അനാവരൻ എന്നാണ് കൊച്ചിന്റെ പേര്. എന്തൊരു ഹലോ കൂട്ടുകാരെയോ അങ്ങനെ എന്തോ ആണ് അതിന്റെ പ്രൊഫൈൽ ID. അപ്പോൾ എനിക്ക് ഒരാൾ അയച്ചു തന്നതാണ് ഈ സാധനം. ഞാൻ അതിൽ പോയി കണ്ടു, ആ പ്രൊഫൈലിൽ പോയി കണ്ടപ്പോൾ പുള്ളി കൊച്ചു പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഇതേപോലെ പോയപ്പോൾ അവൾക്കുണ്ടായ ദുരനുഭവം, അതായത് ബിഗ് ബോസിന്റെ വീടിനകത്തുള്ള ഏതോ ക്രൂ മെമ്പേഴ്സിൽ അല്ലെങ്കിൽ ആരോ ഇവളുമായി ബന്ധപ്പെട്ട ആരോ ഇവളെ രാത്രി 2 മണിക്കൊക്കെ ഇവൾക്ക് പഞ്ചാര വർത്താനങ്ങൾ പറയുന്നുവെന്നും അതിന്റെയൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ എന്നെ കോള് വിളിക്കുകയും ചെയ്തു. അതായത് അവൾ അതിനകത്ത് പറയുന്നുണ്ട്, എന്നെ വിളിച്ച് പിന്നെ റൂമിലോട്ട് വന്ന് ഡയറക്റ്റ് ആയിട്ട് വന്ന് കിടക്കാൻ വിളിച്ചതൊന്നുമല്ല, പക്ഷെ അവളുടെ വർത്താനത്തിന്റെ ഇടയിൽ ഈ പറഞ്ഞതുപോലെ ചെറുതായിട്ട് ഒതുക്കാൻ ശ്രമിച്ചതുപോലെ അല്ലെ പഞ്ചാര വർത്താനം പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവമാണ് പറഞ്ഞത്. അതിന്റെ കൂടെ അവളെ കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു കേസുണ്ട്. അതിലേക്ക് ഞാൻ വരാം, ആ കൂട്ടിച്ചേർക്കുന്ന കേസിലേക്ക് വരാം. അപ്പോൾ ഞാൻ ഈ കൊച്ചിന്റെ പ്രൊഫൈലിൽ കയറി നോക്കി. പ്രൊഫൈലിൽ കയറി നോക്കിയപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒത്തിരി ബോൾഡായിട്ടുള്ള കൊച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ പ്രൊഫൈലിൽ കയറി നോക്കി കുറച്ച് ബോൾഡായിട്ടുള്ള, കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള വീഡിയോസും അല്ല ഈ പറയുന്ന ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന അതിൽ ബോൾഡായിട്ടുള്ള ഒരു അനാവരൻ എന്ന് പറയുന്ന ഒരു കൊച്ചാണ്. ശരി, ഞാനത് വിട്ടു. കുറച്ച് കഴിഞ്ഞ് ഞാൻ വീണ്ടും പോയി പ്രൊഫൈൽ തിരക്കിയപ്പോൾ ആ പ്രൊഫൈൽ ആ ബോൾഡായിട്ട് ആ ഒരു ഫോട്ടോസൊക്കെ ഇവർ മുക്കിയിട്ടുണ്ട്, അതിനകത്ത് കാണുന്നില്ല എന്നുള്ളതാണ്. പിന്നെയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതല്ല അതിന്റെ യഥാർത്ഥ അക്കൗണ്ട്, അതല്ല, അത് സെക്കൻഡറി അക്കൗണ്ടാണെന്നും ഇതിന്റെ മെയിൻ അക്കൗണ്ട് മറ്റൊന്നാണെന്നും എനിക്ക് മനസ്സിലായി. അനാവരൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ അറിയാം, ഞാൻ അതൊന്നും ഇവിടെ കൊടുക്കുന്നില്ല. അനാവരൻ എന്ന് പറയുന്ന ആ ഒരു പ്രൊഫൈലിൽ വേറൊരു പ്രൊഫൈലുണ്ട്, അതിൽ എൻ്റെ 152K ഫോളോവേഴ്സ് എന്തൊക്കെ ഉണ്ട്. ഓക്കെ, അതിൽ ഞാൻ പോയി പ്രൊഫൈൽ നോക്കി. സത്യം പറഞ്ഞാൽ പകച്ചു പോയി എന്റെ ഭാഗ്യം എന്നാണ് പറയുന്നത്. അതൊന്നും തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. അതിനകത്ത് ഈ കൊച്ച് നൂഡ് ഫോട്ടോസ് വരെ അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാറ്റഗറിയിൽപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ അതാണ് ആ കൊച്ച് എന്നും പറയുന്നത് മോശമാണെന്നോ അതുകൊണ്ട് അവരുടെ അടുത്ത് എങ്ങനെ ചെയ്യാമെന്നോ എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഈ പറയുന്ന വെച്ചാൽ എല്ലാ ഈ പറയുന്ന മേഖലകളിലും എവിടെ പോയാലും ഇതുപോലുള്ള ഞരമ്പന്മാരുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് അവൻ ചാറ്റ് ചെയ്തത് മറ്റൊരു ഉദ്ദേശത്തോടെ അല്ല എന്ന് ഞാൻ പറയുന്നില്ല, അത് മറ്റൊരു ഉദ്ദേശത്തോടെ തന്നെ ആയിരിക്കാം. അങ്ങനെ തന്നെയാണ് അവൻ ചാറ്റ് ചെയ്തിരിക്കുന്നത്. അവന്റെ ചാറ്റിന്റെ ആ ഒരു പിന്നെ പാറ്റേൺ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാവുന്നത് അല്ലേ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ പ്രൊഫൈലൊക്കെ കണ്ട് ഈ പറയുന്ന നൂഡ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവന് തോന്നിക്കാണ് ഒന്ന് മുട്ടിയാക്കിയല്ലേ, കിട്ടണമെങ്കിലേ ബിരിയാണി കൊടുത്താലോ എന്ന് വിചാരിച്ച് മുട്ടിയതായിരിക്കാം. മനസ്സിലായോ? ഏതോ തന്നെക്കാൾ പ്രായം കൂടിയതാണെന്നോ എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, എന്നിട്ടും അവിടെയും ഈ കൊച്ചും ആ പറയുന്ന അവന്റെ പേര് വെളിപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. ശരി, ഓക്കെ, വേണ്ട. കാരണം അവളൊരു അതിനകത്ത് പറയുന്നുണ്ട്, എന്നെ അങ്ങനെ വിളിച്ച് പിന്നെ ഡയറക്റ്റ് ആയിട്ട് വിളിച്ച് റൂമിൽ വരണമെന്നോ കിടന്നു തരണമെന്നോ എന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് എന്നും. പക്ഷേ ഈ കൊച്ചു അതിനെ എതിർത്തിട്ടുമില്ല. അതാണ് നമുക്ക് ഞാൻ ശ്രദ്ധിച്ച ഒരു കേസ് അതാണ്. അതിനെ ഇത്രയും ബോൾഡായിട്ടുള്ള കുട്ടി അപ്പം തന്നെ എൻ്റെ അടുത്ത് ഇതുപോലെ പഞ്ചാര അത്രയും നിങ്ങൾ രാത്രി എന്നെ വിളിക്കരുത്, 2 മണിക്ക് ശേഷം നിങ്ങൾ എന്തിനാണ് വിളിക്കുന്നത് എന്നൊന്നും ചോദിച്ചിട്ടുമില്ല. അപ്പോൾ കിട്ടണമെങ്കിൽ കിട്ടട്ടെ, അവൻ ഒരു സൈഡിൽ കൂടി சொல்லണമെങ്കിൽ சொல்லട്ടെ. എനിക്ക് ഈ പറയുന്ന ബിഗ് ബോസിലേക്ക് പിന്നീട് അതാ പക്ഷെ കിട്ടണമെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഈ കൊച്ചു നിന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അവസാനം ഈ പറയുന്ന ഇന്റർവ്യൂവിന് പോയപ്പോൾ അവർ ചോദിച്ച ഈ കൊച്ചു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അനാവരൻ എന്ന് പറയുന്ന പെൺകൊച്ചു പറയുന്നത് വെച്ചാൽ അനാവശ്യമായ ടോപ്പിക്കുകൾ എടുത്ത് ചോദിച്ചു എന്നുള്ളതാണ്. ഒരു ബന്ധവുമില്ലാത്ത കുറെ പിന്നെ കേസുകൾ, അതായത് എക്സ്ട്രാ മാരിറ്റൽ അഫെയറിനെ കുറിച്ച്, അതായത് അവിഹിതത്തെക്കുറിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചു. അതിവിടെ ചോദിക്കേണ്ട ഒരു ആവശ്യവുമില്ലായിരുന്നു. ഇവർ അവിഹിതത്തെക്കുറിച്ചാണ് ഇങ്ങനെ ചോദിച്ചു. അതായത് ഇന്റർവ്യൂവിൽ ഒരു സ്ത്രീ അടക്കം 4-5-6 പേര് ഉണ്ടായിരുന്നു. അവർ ഇതുപോലെ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിനെ കുറിച്ച് നിങ്ങൾക്കൊരു ബന്ധമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വിവാഹിതരാണ്, അത് കഴിഞ്ഞ് അപ്പുറത്ത് വേറൊരു വിവാഹത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ വേറൊരു അവിഹിതത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചു എന്നും എനിക്കതിൽ ഒട്ടും താല്പര്യമില്ല, ഞാൻ അതിനെ ഒപ്പോസാണ് ചെയ്യുന്നത് എന്ന് ഇവള് പലവട്ടം പറഞ്ഞു. അതുകൊണ്ടാണ് എന്നെ ഇവരെടുക്കാത്തത്. അതിലൊരു പെൺകുട്ടി വരെ ഉണ്ടായിരുന്നു. ഇവർ വീണ്ടും ഇത് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇതുപോലെ ഒരു ബന്ധവുമില്ലാത്ത കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്നാണ് ഈ കൊച്ച് അവകാശപ്പെടുന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്, ആരോപിക്കുന്നത്. അതിന്റെ കൂട്ടച്ചേർത്തുകൊണ്ട് മറ്റൊരു കേസ് പറയുന്നുണ്ട്. അതിനുശേഷം മറ്റൊരു പെൺകുട്ടി വന്നു, അതായത് ഇവളെ ഇന്റർവ്യൂ കഴിഞ്ഞ് പോയതിനു ശേഷം മറ്റൊരു പെൺകുട്ടി വന്നു. ആ പെൺകൊച്ച് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിനകത്തുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിനകത്തുണ്ട്, കുറെ ക്യൂട്ട്നെസ് വാരി വിതറിക്കൊണ്ട് ഒരു ബിഗ് ബോസ് വീട്ടിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് നമുക്ക് ജാസ്മിനും തോന്നും അല്ലേ. അതായത് ഇവിടെ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിനെ കുറിച്ച് സംസാരിക്കുന്നു, അപ്പൊ ഇവളത് ഓക്കെ അല്ല എന്ന് പറയുന്നു. അതിനുശേഷം മറ്റൊരു പെൺകുട്ടി പോയി എന്നും ആ പെൺകുട്ടി ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിനകത്ത് ഉണ്ട് എന്നും ഇപ്പൊ ബിഗ് ബോസ് വീട്ടിനകത്ത് ഈ പറയുന്ന ഒരു അഭിഹിതം പോലുള്ള സംഭവങ്ങൾ കാണിക്കുന്ന ആരാണ്? ഈ പറയുന്ന ജാസ്മിനാണ്. അതായത് ഇവൾ പറഞ്ഞു വെക്കുന്നത്
അവളെ കൊണ്ട്, അതോ ഇനി ജാസ്മിനാണോ മറ്റാരെയാണെന്ന്. ഇവിടെയും പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ഒരാളെ പേരിങ് പറയുമ്പോൾ പലർത്തേക്കും എന്ത് ചെയ്ത് ചോദ്യചിഹ്നങ്ങൾ വരും. അതിനകത്ത് ശ്രീതു ഉണ്ട്, അതും ഈ പറയുന്ന ക്യൂട്ട്നെസ് വാരി വെതറുന്ന ഒരു സാലേ, ഈ പറയുന്ന ആരാണ് ശ്രീതു ഉണ്ട്, ഈ പറയുന്ന അത് കുറച്ച് പെൺകുട്ടികൾ അതിനകത്തുണ്ട്. അപ്പോൾ അതിലാരോ ആണ് എന്നും, അതായത് ഇവർ പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് എക്സ്ട്രാ മെറിറ്റൽ അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഒരു അവിഹിതം ഞാൻ അവിടെ കാണിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊരു പെൺകുട്ടി പോയി എടുത്തു എന്നാണ് ഇവരിങ്ങനെ ആരോപിക്കുന്നത്. പിന്നെ എനിക്ക് അതിനടുത്ത് പറയാനുള്ളത്, ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ബിഗ് ബോസിന്റെ ഇന്റർവ്യൂസ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഈ ജോബ് ഇന്റർവ്യൂസ് പോലൊന്നും അല്ല. താങ്കൾ പറയുന്നത് ഇതൊന്നും ടോപ്പിക്കിലുള്ള ഇതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് താങ്കൾ പറയുന്നത്. അത് ബിഗ് ബോസിനെ കുറിച്ച് അറിയാൻ ഇവർ പലതും ചോദിക്കുന്നത്, പിന്നെ ഡാൻസ് കളിക്കാൻ പറഞ്ഞ് നിങ്ങൾ കളിക്കുമോ എന്ന് വരെ നിങ്ങൾ ചോദിക്കും, അവർ ചോദിക്കും. മനസ്സിലായോ? അതാണ് ബിഗ് ബോസിന്റെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ മറ്റൊരു തരത്തിലേക്കാണ് അവർ പിന്നീട് ഈ പറയുന്ന ചോദ്യങ്ങൾ ചോദിക്കും. അവർ ഇതൊക്കെ ചോദിക്കും. ഈ പറയുന്ന എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും അഫെയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അടി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമുക്ക് പുറത്ത് പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ബാല്യത്തിലോ അല്ലെങ്കിൽ എപ്പോഴോ എങ്ങനെ നിങ്ങളുടെ മനസ്സിനകത്തുള്ള നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ പല പല ക്വസ്റ്റ്യൻസും ചോദിക്കും. അപ്പം അത് ഈ സിലബസിലില്ലാത്ത അല്ല അനാവശ്യമായിട്ട് ചോദിച്ചതാണെന്ന് തെറ്റിദ്ധരിച്ചതാണ്. അത് താങ്കൾക്ക് ബിഗ് ബോസിനോടുള്ള വിവരക്കേട് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയത്തില്ല എന്നതുകൊണ്ടാണ്. ബിഗ് ബോസിൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്. അതായത് മുൻകാലങ്ങളിൽ പോയവരത്ത് ചോദിച്ചാൽ അറിയാൻ പറ്റും ഏത് തരം ക്വസ്റ്റ്യൻ, നമുക്ക് ഊളത്തരം എന്ന് തോന്നുന്ന ഇതെന്ത് തേങ്ങയാണ് ചോദിക്കുന്നത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതുവഴിയാണ് ഇവരുടെ ഈ പറയുന്ന ഇവരുടെ പിന്നീട് എന്താണ് ഈ പറഞ്ഞ അവിടെ മൈൻഡിൽ എന്താണ് എന്നൊക്കെ ഇവർ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതൊക്കെ ആ ഒരു ക്വസ്റ്റ്യൻ വെച്ചാണ്. മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ അങ്ങനെയുള്ള അവരെന്ന് പറഞ്ഞ ബിസിനസ്സാണ് ഈ പറയുന്ന ബിഗ് ബോസിൽ. ഇവർ തന്നെ പറയുന്നു അതൊരു ഇന്റർവ്യൂസ് ആയിരുന്നു, ഒരു പെണ്ണും ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും കൂടി പെണ്ണും, അല്ലെങ്കിൽ താങ്കളെ ഈ എക്സ്ട്രാ മാരിറ്റലിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളുടെ മനസ്സെന്താണ്? അവരിപ്പം ബിസിനസ് നോക്കുമ്പോൾ അവർ പറയും ശരി വന്നിട്ട് അവർ എങ്ങനെയാണ്. അപ്പൊ നോക്കുമ്പോൾ ഭയങ്കര എക്സ്പോസ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ ന്യൂഡ് ഫോട്ടോസ് വരെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പെൺകൊച്ച്, ആ കൊച്ചിന്റെ മൈൻഡ് എങ്ങനെയാണ്? അവിടെ ചെന്ന് നമുക്ക് അവർ കണ്ടന്റ് തരും, അതോ ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കുമോ എന്നൊക്കെ അവരൊക്കെ ഇങ്ങനെ ചെകഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പം ഈ പറയുന്ന ഇതേ സെയിം ക്വസ്റ്റ്യൻ ആരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാവാം, ജാസ്മിൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ടാവാം. ജാസ്മിൻ അത് ശരിയാണ്, ഓക്കെ ആണെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായി? അതായത് ആ എക്സ്ട്രാ ഒരു ഭർത്താവ് ഉണ്ടെങ്കിലും പുതിയ ഒരു കാമുകനൊക്കെ പിന്നെ തേടി പോകുന്നതിൽ പ്രശ്നമൊന്നുമില്ല എന്ന് ജാസ്മിൻ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതാരും പറയത്തില്ല. അതിപ്പോൾ താങ്കളല്ല ആര് വന്നാലും ഈ പറഞ്ഞ അതൊന്നും പോയി അങ്ങോട്ട് പിന്നീട് സമ്മതിച്ചു കൊടുക്കുമെന്നോ അല്ലെങ്കിൽ അവിഹിതം നല്ലതാണ് എന്നൊന്നും ആരും പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നിങ്ങളുടെ ആൻസറിൽ നിന്ന്, നിങ്ങൾ പറയുന്ന ഓരോ ആൻസറിൽ നിന്ന് ഇവർ ഓരോ കാര്യങ്ങൾ ഇവരെന്ത് ക്യാച്ച് ചെയ്യും. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഈ സംഭവങ്ങളൊന്നും ഔട്ട് ഓഫ് സിലബസ് ആണെന്നൊന്നും പറയരുത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ പറയുന്ന ബിഗ് ബോസിന്റെ ഇന്റർവ്യൂസ്, ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ ഈ ഇന്റർവ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ട് അതിന് ശേഷം വേറെ പെൺകുട്ടി വന്ന് ആ പെൺകുട്ടി ഇപ്പൊ ബിഗ് ബോസ് വീട്ടിലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ ഇന്റർവ്യൂസിൽ പറഞ്ഞ് താങ്കളെ ബിഗ് ബോസിൽ എടുക്കാത്തതിന്റെ ചുരുക്കാണ് താങ്കൾ ഇപ്പം പറയുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ താങ്കൾക്ക് ഈ പറയുന്ന പിന്നീട് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് തള്ളിക്കളയാനും പറ്റില്ല. എനിക്കങ്ങനെ പറയാമല്ലോ. താങ്കൾക്ക് അവിടെ പോയി ഇതൊക്കെ ചെയ്തു, ഈ പറയുന്ന രാത്രി അവനെ നിങ്ങൾക്ക് എന്ത് ചെയ്തു, മെസ്സേജ് അയച്ചു, താങ്കൾ അതിനെ ഒപ്പോസ് ഒന്നും പറഞ്ഞില്ല, മറുപടി അയച്ചില്ല, ഒപ്പോസ് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നെ രാത്രി വിളിക്കില്ലെന്നോ അല്ലെങ്കിൽ വാട്സപ്പ് കോളിൽ എന്നെ വിളിക്കില്ലെന്നോ അങ്ങനെയൊന്നും പറഞ്ഞില്ല. താങ്കൾ എന്ത് ചെയ്തു, ഒരു അവിടെ കിടന്ന് വൃത്തം ഒരു ഞരമ്പൻ അല്ലേ, അവൻ കിടന്ന് സൊല്ലണമെങ്കിൽ സൊല്ലട്ടെ. അത് ആവശ്യം എനിക്ക് കിട്ടണമെങ്കിലോ എനിക്ക് ബിരിയാണി കിട്ടിയാലോ അവനൊരു സൈഡിൽ സൊല്ലട്ടെ. എന്നെ ഡയറക്റ്റ് വിളിക്കണമെന്നില്ലല്ലോ, എന്നെ വന്നേ പറ്റുള്ളൂ. ഞാൻ വന്ന് കിടന്നു തന്നാലേ നിനക്ക് ബിഗ് ബോസിലേക്ക് ചാൻസ് കിട്ടുള്ളൂ എന്നൊന്നും അല്ലല്ലോ പറയുന്നത്. അവന് ചെറുതായിട്ട് അവൻ നോക്കിയാൽ അവൻ ഏതോ ഒരു ഞരമ്പനാണ്. ആരെ ആയിക്കോട്ടെ, എവളെ ഈ പറഞ്ഞ എക്സ്പോസ് ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ അളിയൻ വിചാരിച്ച് അല്ലെ ഒന്ന് തട്ടി വയ്ക്കല്ലോ, കിട്ടണമെങ്കിലോ അവനും ബിരിയാണി കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ ചോദിച്ചു. എവൾ അതിനെന്ത് ചെയ്തു, ഒപ്പോസൊന്നും ചെയ്തില്ല, പക്ഷേ എന്ത് ചെയ്തു, സപ്പോർട്ടും ചെയ്തില്ല. അങ്ങനെ നിന്ന് കിട്ടട്ടെ എന്നുള്ളതിൽ അവസാനം ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നെ സെലക്ട് ചെയ്യാതെ വന്നപ്പോൾ എടുത്ത് ഒരു ചുരുക്ക് ഒരു വ്യാപ് കണ്ട മറ്റവളെയൊക്കെ എടുത്തു. എന്നെ ഇതുവരെയൊക്കെ തൊള്ളിയിട്ട് ഇത്രയൊക്കെ ഞാൻ നിന്ന് കൊടുത്തിട്ടും എനിക്ക് എന്ത് കിട്ടുന്നില്ല, എനിക്ക് സെലക്ഷൻ കിട്ടിയില്ല എന്നൊരു ചിന്തയൊക്കെ വരും അതിനകത്ത്. മനസ്സിലായി? ഇപ്പൊ എന്നും എനിക്ക് പറയാം. അപ്പൊ ഇതിനെക്കുറിച്ച് എനിക്ക് ഇതൊന്നും വലിയൊരു കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഈ അഖിൽമാരാറിന്റെ കേസിൽ ഞാൻ പറയും, ചിലപ്പോൾ അഖിൽമാരാർ പറയുന്നത് ശരിയായിരിക്കാം, ചിലപ്പോൾ ശരിയായിരിക്കും. പക്ഷെ ഇവിടെ എന്നുവെച്ചാൽ അത് എല്ലാ മേഖലകളിലും സംഭവിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ഒരു ഓഫീസ് ആയിക്കോട്ടെ, അവിടെയും ഈ പറയുന്ന ഞരമ്പന്മാർ ഒന്ന് രണ്ടെണ്ണം കാണും. ആരെങ്കിലും വരുമ്പോൾ ഒന്ന് കിട്ടട്ടെ ഒന്ന് തട്ടി നോക്കുന്ന ആരെങ്കിലും കാണും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ഈ പറയുന്ന അഭ്യൂഹങ്ങൾ ഒരുപാട് എല്ലാ മേഖലകളും, ഇപ്പോൾ സിനിമാ മേഖല ആയിക്കോട്ടെ, സീരിയൽ മേഖല ആയിക്കോട്ടെ, ഈ പറയുന്ന ഏതെങ്കിലും റിയാലിറ്റി ഷോ ആയിക്കോട്ടെ, ഇപ്പോൾ ഐഡിയ സ്റ്റാർ സിംഗർ ആയിക്കോട്ടെ, ഇതുപോലെ ഏത് റിയാലിറ്റി ഷോയിലും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ട്. ഇതുപോലുള്ള ഈ പറയുന്ന എന്താണ്
ജർമ്മന്മാരോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണാതിരിക്കില്ല. അതിൽ അഖിൽമാരെ പറഞ്ഞ കംപ്ലീറ്റ് കള്ളമാണെന്ന് പറയാം. പക്ഷെ ഞാനിവിടെ എതിർത്തെന്നറിയാമോ, നമ്മളിങ്ങനെ പറഞ്ഞ് 2-3 ഇതിൽ വന്നു പോയ 2-3 പേര് ഇതുപോലെ കിടന്നു കൊടുത്തിട്ടുണ്ട് എന്ന് താങ്കൾ പറയുമ്പോൾ അത് ആരെന്ന് പറയാനുള്ള ബാധ്യതയും കൂടെ, അല്ലെങ്കിൽ അത് പറയാൻ പോരുത്. കാരണം അങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവർക്കും കൂടി ഈ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഈ പറയുന്ന സെറീന വരെ വന്നിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പം പല വീഡിയോസും പറയുന്നുണ്ട്, ഈ പറയുന്ന ആരാണ് നമ്മുടെ ലച്ചു ഇതുവരെ വന്നിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നും. അപ്പം ലച്ചു ആയിരിക്കും ഈ എന്ന് പറയുന്നവരുമുണ്ട്. മനസ്സിലായോ? ഇപ്പം ആൾക്കാർക്ക് ഇടയിലേക്ക് ഓരോ സംശയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മുൻകാലങ്ങളിൽ വന്നുപോയവരെ കുറിച്ചും ഒക്കെ സംശയം വരും. അപ്പം അങ്ങനെ പറയുമ്പോൾ ഒന്നുകിൽ ഇങ്ങനെയുള്ള വലിയ വലിയ ആരോപണങ്ങൾ കിടന്നു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പിന്നെ ഇവിടെ പോയി കഴിഞ്ഞാൽ കാണാം, ഇത് ഹോട്ടലിൽ ദൃശ്യങ്ങൾ കാണാമെന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടികളുടെ എല്ലാവരുടെ നേരിലേക്കും ചോദ്യചിഹ്നം വരും. നീ എല്ലടി കൈ കിടന്നു കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അവർക്ക് ആ ഒരു ടെൻഷൻ കാര്യങ്ങൾ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്തത്. ഇങ്ങനെ ഒരു സാധനം പറയുമ്പോൾ പേര് വെച്ചിട്ട് തെളിവ് സഹിതം ഇന്ന ആള് ഇതാണ് അവന്റെ വിക്ടിം എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് പ്രശ്നമില്ല, അവളല്ലേ ഉള്ളൂ, ഓക്കെ എന്നുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് ഈ പറയുന്ന കാതടിച്ച് വെടിവെക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇന്നലെ റിനോഷിന്റെ കേസൊക്കെ പറയുമ്പോൾ റിനോഷിന്റെ അടുത്തൊക്കെ അഖിൽമാരാർ പറയുന്ന ഒരു കേസുണ്ട്. എന്റെ ഫെയിം വെച്ചിട്ട് മനസ്സിലാവുക, എന്റെ ഫെയിം വെച്ചിട്ട് അല്ലെങ്കിൽ എന്റെ പേര് പറഞ്ഞ് നിനക്ക് 4 വ്യൂസ് ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബേഴ്സിനെ എവിടെ പോയി ഏതോ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചെന്ന് യൂട്യൂബേഴ്സിനെ കുറെ തള്ളക്കി വിളിച്ചെന്നോ കുറെ ചീത്ത വിളിച്ചെന്നൊക്കെ കേട്ട്. ഇപ്പൊ താങ്കൾ ചെയ്യുന്നത് എന്താണ്? യൂട്യൂബേഴ്സിനെ താങ്കൾക്ക് പരമ പുച്ഛമാണ്. ഈ യൂട്യൂബേഴ്സ് തന്നെയാണ് പൊക്കി വിട്ടത്. താങ്കളുടെ പല വേണ്ടാത്തരങ്ങളും ഈ പറയുന്ന മറച്ചു വെച്ചുകൊണ്ട് പൊക്കിവിട്ടത് ഈ യൂട്യൂബേഴ്സ് തന്നെയാണ്. ഈ പറയുന്ന യൂട്യൂബേഴ്സിനെ കുറ്റം പറഞ്ഞാൽ ഇപ്പൊ താങ്കൾ പണം ഉണ്ടാക്കുന്നത് എവിടെ നിന്നാണ്? ഈ പറയുന്ന യൂട്യൂബ് വഴി തന്നെയാണ് താങ്കൾ പണം ഉണ്ടാക്കുന്നത് അല്ലേ? ഓരോ ഈ പറയുന്ന സംഭവങ്ങൾ എടുത്തിടുന്നത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് അതുവഴി തന്നെയാണ് പണം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലെ ഇന്റർവ്യൂവിൽ താങ്കളുടെ ദോസ്ത് അല്ലെങ്കിൽ താങ്കളുടെ കൂട്ടുകാരൻ എന്നൊക്കെ ശരിയാണ്. അതിനകത്ത് താങ്കൾ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് താങ്കൾ വേണമെങ്കിൽ നമ്മുടെ സിബിനെയും കൂടി ഇന്റർവ്യൂവിന് വിളിച്ചു, അവനും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന എക്സ്ക്ലൂസീവ് സാധനം പൊട്ടിക്കാതെ വെച്ചിരിക്കുന്നത് എന്നുള്ളത് അല്ലേ? പൈസയ്ക്ക് അവന്റെ എക്സ്ക്ലൂസീവ് അവനും പൈസയിലിട്ട്. അപ്പൊ താങ്കൾ ഇവിടെ വന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതും ഇതുവഴി നല്ല രീതിയിൽ താങ്കൾ പൈസ ഒപ്പിക്കുന്നുണ്ടോ എന്നുള്ളതും വളരെ വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ ചോറ് കഴിക്കുന്നവർക്കും. അപ്പൊ താങ്കളുടെ ഉദ്ദേശം എന്താണ്? ഈ പറയുന്ന പൈസയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് റിനോഷിനോട് താങ്കൾ പറഞ്ഞു ആരുടെ ഫെയിം കണ്ടി, ഈ ഫെയിമൊക്കെ എന്നാ വന്നത് താങ്കൾക്ക്? താങ്കൾ ഈ പറയുന്ന ഫ്ലവേഴ്സിൽ പോയി പറഞ്ഞിട്ട് ഞാൻ ആത്മഹത്യയുടെ വക്കീൽ വരെ പോയി നിന്നുണ്ട്. അപ്പോൾ താങ്കൾ ഈ പറയുന്ന ബിഗ് ബോസിൽ പോകുന്നതിന് താങ്കൾ പൂജ്യമായിരുന്നു. ഈ ചാനൽ ചർച്ചകളിൽ മാത്രം താങ്കളെ വിളിച്ചുകൊണ്ടിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഏത് കാര്യത്തിലും കയറി തന്റെ എന്ത് ചെയ്യും, അതിന്റെ അഭിപ്രായങ്ങൾ പറയും. ഒപ്പോസിറ്റ് സംസാരിക്കണം താങ്കൾക്ക്. അപ്പോൾ ഒരു ഡിബേറ്റ് ആകുമ്പോൾ ഇങ്ങനെയുള്ള ഒരാളെ കൊണ്ടുവന്നാൽ അങ്ങോട്ട് എന്തെങ്കിലും വിളിച്ച് പറയില്ല. അപ്പോൾ എന്നാലും ഒരു ഡിബേറ്റ് ആവും. അതുകൊണ്ട് തന്നെയാണ് താങ്കളെ ഈ പറയുന്ന ചാനൽ ചർച്ചകളിൽ വിളിച്ചുകൊണ്ടത്. അല്ലാതെ താങ്കളുടെ പ്രൊഫൈൽ വട്ടപൂജ്യം ഏതോ ഒരു സിനിമ അഭിനയിച്ചത് 8 നിലയിൽപ്പെട്ട ഒരൊറ്റ മനുഷ്യരെ കാണാത്ത ഒരു സിനിമയെ സംവിധാനം ചെയ്തു എന്നുള്ളത് താങ്കൾക്ക് വേറെ പ്രൊഫൈലും കാര്യങ്ങളില്ല. അപ്പോൾ റിനോഷിനോട് പറഞ്ഞെന്താണ്, അവന്റെ ഫ്രെയിം കണ്ടാണ് താങ്കൾ 2 വ്യൂസ് കിട്ടണേ കിട്ടിക്കോട്ടെ. താങ്കൾക്ക് എങ്ങനെയാണ് വ്യൂസ് കിട്ടിയത്? താങ്കൾ ആരെ ഫ്രെയിം ഉപയോഗിച്ചാണ് വന്നത്? ഓരോല്ല വളരെ കൃത്യമായിട്ട് താങ്കൾ ഫെയിം ഉപയോഗിച്ചു വന്നത് ആരാ ഒപ്പോസിറ്റ്? അതായത് ഇവിടെ ഫെയിമിൽ നിന്ന ഈ പറയുന്ന ഡോക്ടർ റോബിനെ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ട് അവനെ വിമർശിച്ചുകൊണ്ടാണ് താങ്കൾ ഈ പറയുന്ന ലൈംലൈറ്റിലേക്ക് കയറി വരുന്നതല്ലോ. ആ ലൈംലൈറ്റിലേക്ക് കയറി വരും, ആ ഒരു കോൺട്രവേഴ്സി നിലനിൽക്കുകയും അതൊരു ഹോട്ട് ടോപ്പിക്കായിട്ട് നിലനിൽക്കുകയും ചെയ്തതുകൊണ്ട് തന്നെയാണ് താങ്കൾ എന്ത് ചെയ്തത് ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് താങ്കൾ ഇന്ന് പറയുന്ന താങ്കൾക്കുണ്ടായ ഫെയിം ഉണ്ടായത്. ഈ പറയുന്ന ബിഗ് ബോസ് അവിടെ പോയി താങ്കൾ വിന്നർ ആവുകയും അവിടെ താങ്കൾ പിന്നെ ഈ ജനങ്ങൾ ഇഷ്ടപ്പെടുകയും താങ്കൾ ആരാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുകയൊക്കെ ചെയ്തത് ആരുടെ ഫെയിം കണ്ട് താങ്കൾ, അതായത് ഈ അതിലെല്ലാത്തിനും ഒരു കാരണം റോബിനാണെന്ന് പറയേണ്ടി വരും. റോബിന്റെ ഫെയിം കണ്ട് റോബിന്റെ ഇത്രയും ഫ്യൂസ് ആയിട്ടുള്ള ഫാൻസിനെതിരായിട്ട് താങ്കൾ പ്രതികരിച്ചതുകൊണ്ടാണ് താങ്കൾ അവിടെ ലൈംലൈറ്റിൽ വരികയും താങ്കൾ എന്ത് ചെയ്തത് ബിഗ് ബോസിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. മനസ്സിലായി? ഇപ്പൊ താങ്കൾക്ക് ഭയങ്കര അഹങ്കാരം. ഇപ്പൊ താങ്കൾ ആരോ മറ്റവനായി മറച്ചവനായി എന്നുള്ള അഹങ്കാരം താങ്കൾക്കുണ്ട്. മനസ്സിലായി? പക്ഷേ പണ്ട് നിങ്ങൾ ആരുമല്ല, താങ്കളുടെ പറയുന്നതിന് ഒരു പട്ടിയുടെ വില പോലും തറയാത്ത കാലം ഉണ്ടായിരുന്നു. എല്ലാവരും താങ്കളെ ഊക്കി വിട്ടുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മനസ്സിലായി? ഇപ്പൊ നിങ്ങൾക്ക് ഭയങ്കര അഹങ്കാരം. ഞാനാണ് എല്ലാം, ബാക്കിയുള്ള എല്ലാവരും പിന്നീട് കീടങ്ങളാണ് എന്നുള്ള താങ്കളുടെ ആറ്റിറ്റ്യൂഡ്, അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഞാനാണ് ഈ പറയുന്ന ലോകത്തിലല്ല, എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ അറിയാം. മനസ്സിലായോ? ഞാൻ പണ്ടേ എന്തോ ആയിരുന്നു, ഞാൻ ഇപ്പോൾ എന്തോ ആണ്. ആ പറയുന്ന ഓരോ വാക്കിലും മുഴച്ചു നിൽക്കുന്ന താങ്കളുടെ അഹങ്കാരം, അവിടെയാണ് നമുക്ക് പിടിക്കാത്തത്. അഹങ്കാരങ്ങളൊന്ന് കുറയ്ക്കുക. മനുഷ്യൻ അഹങ്കാരം അപ്പം വന്ന അവന്റെ തകർച്ചയിലേക്കാണ് അവൻ പോകുന്നത്. എപ്പോഴും അഹങ്കാരം ഉണ്ടാവുന്ന തകർച്ച. ഇന്നവൻ ചിലപ്പോൾ നല്ലതായിട്ടൊക്കെ നിൽക്കും, 4 വരെയൊക്കെ പിന്നെ ജയ് പാടാനൊക്കെ വരും. ഇതൊക്കെ മാറാൻ വലിയ താമസമൊന്നും വേണ്ട. മനസ്സിലായോ? അപ്പം പിന്നെ ഇന്നലെ റിനോഷിന്റെ കേസിൽ റിനോഷിന് കൊടുത്ത പിന്നീട് റിപ്ലൈക്ക് വേണ്ടിയിട്ട് താങ്കൾ ഉപയോഗിച്ചു. റിനോഷ് പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ റിപ്ലൈ വീഡിയോയിൽ ആ റിപ്ലൈ വീഡിയോയിൽ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലായി. റിപ്ലൈ കൊടുക്കുക എന്നുള്ളതല്ല താങ്കളുടെ ഉദ്ദേശമായിരുന്നത്. താങ്കൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു ഭീമമായ ഭാഗം ഉപയോഗിച്ച് താങ്കളുടെ രാഷ്ട്രീയത്തിൽ താങ്കൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അത് വിളമ്പാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ അവിടെ പോയി പഠിച്ചു, ഞാൻ ഇന്നടുത്ത് പോയി പിന്നീട് എന്തായാലും ഞാൻ സമരം ചെയ്തിട്ടുണ്ട്, ഞാൻ അവർക്ക് വേണ്ടി സമരം ചെയ്തിട്ടുണ്ട്, ഞാൻ ഇവർക്ക് വേണ്ടി സമരം എന്നും പറഞ്ഞിട്ട് താങ്കളുടെ
രാഷ്ട്രീയത്തിൽ താങ്കൾ എന്തൊക്കെ ചെയ്തിരുന്ന അത് ഇന്ന് താങ്കൾക്കറിയാം. ഈ ഒരു വിഷയമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കാണുമെന്നും ശ്രദ്ധിക്കപ്പെടുമെന്നും അതുവഴി ഞാൻ മുമ്പ് രാഷ്ട്രീയത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇവിടെ വിളമ്പാൻ വേണ്ടിയിട്ടാണ് താങ്കളുടെ ശ്രമിച്ചത്. അതും ഈ പറയുന്ന ബുദ്ധിയുള്ളവനാണെങ്കിൽ മനസ്സിലാവും എന്താണ് താങ്കൾ അവിടെ ശ്രമിച്ചത്. അപ്പൊ താങ്കളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന രാഷ്ട്രീയം തന്നെയാണ്. അത് താങ്കളും പിന്നെ പറയാതെ പറയുന്നത് അത് തന്നെയാണ്. മനസ്സിലായോ? ഒരുവിധം മൂളയുള്ളവനെ മനസ്സിലാവും. ഇവിടെയൊക്കെ ഒരു കൗണ്ടർവേഴ്സി പിന്നെ സൃഷ്ടിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, രാഷ്ട്രീയത്തിലേക്ക് വരിക എന്നുള്ളതാണ്. താങ്കൾ വലിയ വായിൽ പറയുന്നുണ്ട് ഞാൻ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിക്ക് വരെ എതിരെ പറഞ്ഞ കേസുള്ളവനാണ്, ഞാൻ മുട്ടും മഹാനാണെന്ന്. ഈ താങ്കൾ എന്താ പറയണത്? ഈ അഖിൽമാരാറെ ഈ പറയുന്ന സാധാരണക്കാരൻ വരെ ഈ പറയുന്ന പ്രധാനമന്ത്രി വിമർശിക്കുന്നുണ്ട്. മനസ്സിലായോ? എത്ര വേണം, ആർക്ക് വേണം, ആരെ വേണം വിമർശിക്കുമ്പോൾ കേസ് വരും. നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾ മാത്രമാണ് ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി വിമർശിക്കുന്ന ആള്. ഇതുപോലെ പിന്നീട് ഒരു പ്രൊഫൈൽ ഇല്ലാത്തവരും കയറി വിമർശിക്കുന്നു. അവർക്കെതിരെ പല കേസും വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് മാത്രമാണ്, മറ്റത് ഞാനാണ് എല്ലാം എന്നുള്ള ആ ഭാവം, അഹംഭാവം, അതൊന്ന് മാറ്റിവെക്കുക. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.